അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അധികം ആളുകളും പരിചയമുള്ള ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ദീനിലൂടെ ഉള്ള ഈ സൗഹൃദം മരണം വരെ അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. പരസ്പരം പ്രാർത്ഥിച്ചും സ്നേഹിച്ചും മരണം വരെ കഴിഞ്ഞുകൂടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് നാം അറിയേണ്ടത് എന്നതാണ് വിഷയം. നമ്മളൊക്കെ തൗഹീദ് അറിഞ്ഞവരാണ്. തൗഹീദ് അറിയാത്തവരാരും നമ്മുടെ കൂടെ ഇല്ല. എന്നാലും നാം അറിയേണ്ടത് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാണും എന്നുള്ള നിലയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കും. അത് കേട്ട് മനസ്സിലാക്കുവാനും പറയുവാനുമുള്ള തൗഫീക്ക് റബ്ബ് നൽകുമാറാവട്ടെ. തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവനോളം അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൗഹീദിന് ഭംഗം വന്നാൽ, പ്രയാസം വന്നാൽ, അവൻ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ്റെ ജീവനും മരണവും തുല്യമാണ്. അപ്പോൾ അവൻ്റെ ജീവനേക്കാൾ ശ്രദ്ധിച്ച് കൊണ്ടു നടക്കേണ്ട, ആലോചിച്ച് ജീവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. നമുക്കറിയാം, തൗഹീദ് എന്ന് പറഞ്ഞാൽ റുബൂബിയത്ത്, അതുപോലെ തന്നെ ഇലാഹിയത്ത്, ഉലൂഹിയത്ത്, അൽ അസ്മാഉ വസ്സിഫാത്ത്, ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അതിൻ്റെ അർഹൻ, അല്ലാഹുവാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് വിശ്വസിക്കലും അതിൻ്റെ തേട്ടമനുസരിച്ച് പ്രവർത്തിക്കലുമാണ് ഒരു വിശ്വാസിയുടെ, അവൻ്റെ തൗഹീദിൻ്റെ കാതൽ. ഇത് വ്യക്തമായി നമുക്കൊക്കെ അറിയാം. തൗഹീദ് ഇങ്ങനെ മൂന്ന് വിഭാഗം ഉണ്ടെങ്കിലും അതിലെ ആദ്യത്തേത് തൗഹീദുൽ ഇലാഹിയ, ഉലൂഹിയ എന്ന് പറയുന്ന തൗഹീദ്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആരാധനകളും റബ്ബ് സുബ്ഹാനഹു വ തആല ആരാധനയായി പഠിപ്പിച്ചിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തായി പഠിപ്പിച്ചിട്ടുള്ള ഏതൊരു കാര്യവും അത് റബ്ബിന് മാത്രമായിരിക്കുക എന്നുള്ളതാണ് തൗഹീദുൽ ഇലാഹിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇബാദത്തുകൾ 4 വിധമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഇബാദത്തുകൾ 4 ഇനങ്ങളാണ്. ഒന്ന് ഖൽബിയ, നമ്മുടെ ഹൃദയം കൊണ്ട് വരുന്ന ആരാധന. മറ്റൊന്ന് ഖൗലിയ, നാവ് കൊണ്ട് ഉള്ള ഇബാദത്ത്. ബദനിയ, ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്ത്. വമാലിയ, സമ്പത്ത് കൊണ്ടുള്ള ഇബാദത്ത്. ഇതാണ് നമ്മുടെ ഇബാദത്തുകൾ. ആകെ 4 എണ്ണമാണ്. ഒന്ന് ഹൃദയം കൊണ്ട് വരുന്ന ആരാധനയാണ്. മറ്റൊന്ന് വാക്കിലൂടെ ഉണ്ടാവുന്ന ആരാധനയാണ്. മൂന്നാമത്തത് ശരീരം കൊണ്ടെടുക്കുന്ന ആരാധനയാണ്. നാലാമത്തത് സമ്പത്ത് കൊണ്ടുള്ള ആരാധന. ഈ 4 ആരാധനയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കുന്നതിനാണ് തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഇലാഹിയ എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് വ്യക്തമായി മനസ്സിലാക്കണം. ഹൃദയം കൊണ്ട് വരുന്ന ആരാധനകൾ ഏതൊക്കെയാണ്? ഖൽബിയായ ആരാധനകൾ. അതിൽ ഒന്നാമത്തേത് അത്തവക്കുൽ, തവക്കുലാണ്. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ?
അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നാം ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു കാര്യം അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാത്തവരെ ഏൽപ്പിച്ചാൽ അത് ഷിർക്കൻ നിലക്കുള്ള തവക്കുലാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഒരാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു, ആരേലും ഒരാളുടെ മോളുടെ കല്യാണം നിശ്ചയിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഒരാൾ, ഇപ്പം മോളെ കല്യാണമൊക്കെ നിശ്ചയിച്ചല്ലോ, എന്താണ് തീരുമാനം, എങ്ങനെയാണ് ഇപ്പം അത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഉദ്ദേശം? അദ്ദേഹം പറഞ്ഞു, തവക്കൽതു അലല്ലാഹ്, ഞാൻ ആ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ ഞാൻ അതിനെ തവക്കുലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. തവക്കുലോട് മാത്രം കാര്യമല്ല, ആ തവക്കുൽ ആക്കിയതിൻ്റെ ശേഷം തവക്കുലിനനുസരിച്ച് ആ കാര്യം നേടാനുള്ള പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തവക്കുലിന് വിജയം കൊടുക്കും. തവക്കുൽ ചെയ്തിട്ട് പ്രവർത്തിക്കാതിരിക്കുന്നതിന് തവാക്കുൽ എന്നാണ് അറബിയിൽ പറയുക. തവക്കുലും തവാക്കുലും തമ്മിൽ വ്യത്യാസം എന്താണ്? തവാക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒക്കെ ചെയ്തു കൊള്ളും, ഞാനൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. യമനിൽ നിന്നുള്ള ചില ആളുകൾ ഹജ്ജിന് വരുന്ന സമയത്ത് അവർ മക്കയിൽ വന്നു കഴിഞ്ഞാൽ അവർ ആളുകളോട് കൈ കാട്ടും. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ പറയുക, ഞങ്ങൾ അള്ളാഹുൽ തവക്കുലാക്കി, പിന്നെ ഒരു പണിയൊന്നും എടുക്കൂല. അപ്പോൾ അള്ളാഹ് കൊടുക്കുന്ന കൈ കെട്ടിയിട്ട് ആളുകളോട് കൈ കാട്ടി ചോദിച്ചിട്ട്, അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് തവാക്കുൽ എന്നാണ്. നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അസ്ബാബുകൾ നമ്മൾ കണ്ടെത്തി ആ അസ്ബാബുകളിലൂടെ മനുഷ്യൻ പോകുമ്പോൾ അള്ളാഹു അതിന് സഹായം നൽകുന്നതാണ് അള്ളാഹുവിലെ തവക്കുൽ എന്ന് പറയുന്നത്. എന്നാൽ വേറെ ഒരാളും മോളെ കല്യാണം നിശ്ചയിച്ചു, അയാളോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത്, മോളെ കല്യാണമൊക്കെ അല്ലേ? അയാൾ പറഞ്ഞു, ഞാനതൊക്കെ CM-നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, എൻ്റെ കാര്യം ഞാൻ CM-നെ ഏൽപ്പിച്ചിട്ടുണ്ട്, തവക്കുലാണ്, എൻ്റെ കാര്യം CM നോക്കിക്കൊള്ളും. ഇതുള്ള കാര്യമാണ്, ഇത് പറയുന്നത് ഞാൻ ഇല്ലാത്തൊരു ഉദാഹരണം പറയാം, ജീവിതത്തിൽ ഇന്ന് എനിക്കറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. CM-ൽ തവക്കുലാക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം ലോകം ഭരിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത്, മനുഷ്യരെ കടലിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുത്തുന്നത്, മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് CM ആണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. CM എന്ന് മാത്രമല്ല, CM-നെ പോലത്തെ മറ്റുള്ള ആളുകൾ, മനുഷ്യർ തന്നെ, മരിച്ച് ജീവനില്ലാത്ത ആളുകൾ, മൺമറഞ്ഞ് മണ്ണായി തീർന്ന ആളുകൾ, ഉണ്ടായിരുന്ന ആളുകൾ, ഇപ്പോൾ അവർ ആളുകളെ അല്ല, അങ്ങനെയുള്ള ആളുകളെ തവക്കുലാക്കി റബ്ബിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. അതും തവക്കുലാണ്. ആ തവക്കുലിൻ്റെ പേരാണ് ഷിർക്കൻ തവക്കുൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ എൻ്റെ കാര്യം CM നോക്കിക്കൊള്ളും എന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ തവക്കുൽ ചെയ്താൽ ആ തവക്കുലിൻ്റെ പേരാണ് ഷിർക്കിയായ തവക്കുൽ എന്ന് പറയുന്നത്. ഇന്ന് സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് കാര്യങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഇന്നിപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? മടവൂരാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ 2-3 ആളുകൾ കൈ പിടിച്ചെങ്കിൽ മാത്രം നടക്കാൻ സാധിക്കുന്ന ഒരാൾ മരിക്കാൻ പോകാനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ചലിക്കണമെങ്കിൽ, നേരെ ഒന്ന് നടക്കണമെങ്കിൽ 1-2 ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കണം. ഈ സമയത്ത് ഒരൊറ്റ ആളും പറയുകയില്ല അയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന്, പറയൂല. എന്നാൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ മടവൂര് 2ാം സ്ഥാനത്തേക്ക് പോകും. അദ്ദേഹമായിരിക്കും പിന്നീട് ലോകം നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള അനുയായികളെയാണ് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യന്മാരുടെ ഈമാൻ എങ്ങനെയാണ് ഈ പുരോഹിതന്മാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതും അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സത്യത്തിൽ ഈ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്?
അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് തേടും, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കും എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഉറപ്പുണ്ട്. ആ ഒരു വലിയ വിപത്തിലേക്ക് ജനങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അദ്ദേഹം പറയണം, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് നടക്കണമെങ്കിൽ പോലും സാധ്യമല്ല, ഇനി ഞാൻ സുപ്രഭാതത്തിൽ മരിച്ചു പോയാൽ നിങ്ങൾ എന്നെ അള്ളാഹുവിലേക്ക് ഉയർത്തരുത് എന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കണം. ആര് ചെയ്തതുപോലെ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ മുമ്പ് അതൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ കൊണ്ടുവന്നൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ് ഇഷ്തദ്ദ ഗളബുല്ലാഹ് അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റരുത്. കാരണം മുൻകഴിഞ്ഞ ആളുകൾ നശിച്ചു പോയത് അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ഇതുപോലത്തെ ആരാധനാലയങ്ങളാക്കിയിട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ മുമ്പ് മുന്നറിയിപ്പ് നൽകി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്ത് നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ജനങ്ങൾ പുകഴ്ത്തിയതുപോലെ, ആരാധനയിലേക്ക് എത്തിച്ചതുപോലെ നിങ്ങൾ എന്നെ അങ്ങനെ ആക്കിപ്പോവരുത്, നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികളെ വിലക്കി, ഉലൂവിനെ തൊട്ട് വിലക്കി. ഉലൂവ് എന്ന് പറഞ്ഞാൽ അമിതമാകുന്നതിനെ തൊട്ട് വിലക്കി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി മദ്ഹ് പറയുന്നതിനെയും നബിയുടെ സ്ഥാനത്തിനേക്കാൾ ഉയർത്തുന്നതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി. ബനു ഇസ്രായേലുകൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ള അനുയായികളോട് പറഞ്ഞു. ഇതുപോലെ ഈ മനുഷ്യൻ പറയണം. അപ്പോഴാണ് അദ്ദേഹം ഒരു മുവഹിദാണ് എന്ന് നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ ആ മനുഷ്യന് തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ അദ്ദേഹമായിരിക്കും ഒന്നാമൻ. ഇപ്പോഴുള്ള ഒന്നാമനെല്ലാം രണ്ടും അതിൻ്റെ അപ്പുറത്തേക്കും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ നമ്മുടെ ഹൃദയം കൊണ്ടുവരുന്ന ആരാധന ഞാൻ പറഞ്ഞത് തവക്കുലാണ്. തവക്കുല് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യുർസഖു ത്വയ്റു തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. നമുക്കറിയുന്നതാണ്, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുപോലെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് പക്ഷികൾക്ക് അന്നം കൊടുക്കുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് അന്നം തരും. ആ പക്ഷികൾ രാവിലെ കൂട് വിട്ടിറങ്ങി അവർ വയറ് നിറച്ച് തിരിച്ചു വരുന്നത് പോലെ നിങ്ങൾക്കും അള്ളാഹു നിങ്ങളുടെ ഉപജീവനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ തവക്കുല് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. തവക്കുല് അള്ളാഹുവിൽ മാത്രമേ തവക്കുലാക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ നാം ഏൽപ്പിച്ചാൽ അത് ഷിർക്കാണ്, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. രണ്ടാമത്തത് അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് നമ്മുടെ മനസ്സുകൊണ്ടുള്ളൊരു ആരാധനയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം ചെയ്യുക എന്നുള്ളത്, അത് നമ്മുടെ ഹൃദയം കൊണ്ട് വരുന്ന ആരാധനയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് അവരുടെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്താൽ, ഷെയ്ഖിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി, ബദരീങ്ങളുടെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മറ്റു ശുഹദാക്കളുടെ ആ ബന്ധം ലഭിക്കാൻ വേണ്ടി അങ്ങനെയുള്ള അമലുകൾ ചെയ്താൽ അത് ഇഖ്ലാസിനെതിരാണ്. അതുപോലെ തന്നെ ഇഖ്ലാസിനെതിരാണ്
മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുക എന്നുള്ള, നമ്മൾ ചെയ്യുന്ന ഒരു അമലിനെ എൻ്റെ തൊട്ടടുത്ത ആൾ കാണട്ടെ എന്നുള്ള നിലയിൽ ആ മാനസികമായ ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതും ഇഖ്ലാസിനെതിരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടെ ആരാധിക്കാൻ വേണ്ടിയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇഖ്ലാസിനെ മറ്റൊരുത്തരിലേക്ക് തിരിച്ചുവിടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് അൽ ഇനാബ. ഇനാബ എന്ന് പറഞ്ഞാൽ അർറുജൂഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക. ഏതൊരു പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി വന്നാലും അവൻ മടങ്ങേണ്ടത് റബ്ബിലേക്കാണ്. അവൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നവൻ, അവൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം തീരുമാനിക്കുന്നവൻ അവനെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ഇനാബത്ത് വ അനീബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. അതുപോലെ പ്രയാസങ്ങൾ തീരാൻ വേണ്ടി, കഷ്ടപ്പാടുകൾ മാറാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലൂടെ പ്രയാസങ്ങൾ മാറുമെന്ന് വിശ്വസിച്ചാൽ, അള്ളാഹുവിൻ്റെ ശുഹദാക്കളിലൂടെ ഇവൻ്റെ പ്രയാസങ്ങൾ മാറുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇനാബത്ത് അത് അള്ളാഹുവിലേക്ക് മാത്രമാണ് വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മാത്രം മടങ്ങുക, അവന് മാത്രം നിങ്ങൾ വഴിപ്പെടുക എന്ന്. അടുത്ത നാലാമത്തത് അൽ ഖൗഫ്, ഭയപ്പാടാണ്. ആരെയാണ് ഭയപ്പെടേണ്ടത്? റബ്ബിനെയാണ് ഭയപ്പെടേണ്ടത്. റബ്ബല്ലാത്തൊരു സൃഷ്ടിയെ ഒരു മനുഷ്യൻ ഭയപ്പെടാൻ പാടുള്ളതല്ല. ഭയപ്പാട് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം നമുക്കറിയാം. ആ നിലയിലുള്ള ഭയപ്പാട് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. പോലീസിനെ പേടിക്കാൻ പാടുള്ളതല്ല എന്നല്ല, ഉമ്മയെയും ഉപ്പയെയും പേടിക്കേണ്ടതില്ല എന്നല്ല. നേരെ മറിച്ചൊരു മനുഷ്യൻ്റെ ഭയം എന്ന് പറയുന്നത് അവൻ്റെ പ്രയാസങ്ങൾ, അത് മുഖേന അവന് പ്രയാസങ്ങൾ വരും. ഒരു മക്ബറയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒന്ന് സലാം പറഞ്ഞില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവിടേക്കൊന്ന് തിരിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു പോയാൽ ആ ഷെയ്ഖിൽ നിന്നുള്ള ശിക്ഷ, അവരിൽ നിന്നുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഭയപ്പാട്, അങ്ങനെയുള്ള ഭയപ്പാട് വന്നാൽ അത് ശിർക്കാണ്. ഭയപ്പാട് മുഴുവൻ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എന്നെയാണ് ഭയപ്പെടേണ്ടത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അടുത്തത് അർ-റജ, ആഗ്രഹമാണ്. ഒരു സംഗതിയെ ആഗ്രഹിക്കേണ്ടത് റബ്ബിൽ നിന്നാണ്. അവനക്ക് ലഭിക്കാൻ അവൻ ഉദ്ദേശിക്കുന്ന, അവൻ മനുഷ്യർക്ക് കഴിയാത്ത, അള്ളാഹുവിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മനുഷ്യർക്ക് ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് രോഗത്തിന് ശിഫ കിട്ടണം, അതുപോലെ തന്നെ പ്രയാസങ്ങൾ മാറിക്കിട്ടണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ റജ അർ-റഗ്ബത്ത്, അത് അള്ളാഹുവിലേക്ക് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് വല്ലതും ആഗ്രഹിച്ചാൽ അത് ശിർക്കാണ്. ഇതാണ് ഹൃദയം കൊണ്ടുവരുന്ന ആരാധനകൾ. ഈ ഹൃദയം കൊണ്ടുവരുന്ന മുഴുവൻ ആരാധനകളും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അടുത്തത് നമ്മുടെ നാവ് കൊണ്ടുവരുന്ന ഇബാദത്തുകളാണ്, ഖൗലിയായ ഇബാദത്തുകൾ. ഖൗലിയായ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. കോഴിക്കോട് നോളേജ് സിറ്റി, അതിൻ്റെ പ്രവർത്തനങ്ങൾ മുടങ്ങി, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പ്രവർത്തനങ്ങളിൽ ചില പ്രയാസങ്ങൾ സംഭവിച്ചു. ആ പ്രയാസങ്ങൾ സംഭവിച്ചപ്പോൾ അതിൻ്റെ ആളുകൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ബദരീങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടിയത് എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൽ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ട് അത് മുഖേന രക്ഷ തേടുന്ന പല ആളുകളും ഉണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആരാധനയാണ്. ആ ആരാധന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, മനുഷ്യർ ഇന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ധാരാളം രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൗലിദ് കിതാബുകളിലും അതുപോലെ തന്നെ വലിയ വലിയ പരിപാടികളിലൊക്കെ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒന്ന്, ബദർ മൗലിദിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും, യാ മൻ ബിഹി ഹല്ലർ റദ വമൻ ബിഹിം നകി വമൻ ബിഹമ്മിൻ നകിദ ഖുൽ നാദിയൻ മുസ്തൻജിദായ അഹ്ല ബദർ ശുഹദ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ, അവർ പ്രയാസത്തെ തീരുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വിളിക്കട്ടെ, ശുഹദാക്കളെ, അഹ്ലു ബദർ ശുഹദാക്കളെ വിളിച്ചു കൊള്ളട്ടെ. അവ ബദർ ശുഹദാക്കളെ വിളിച്ച് തേടിയാൽ അവൻ്റെ പ്രയാസങ്ങൾ മാറുമെന്നുള്ള അവൻ്റെ വിശ്വാസമാണ് ആളുകൾ അത് ചെയ്യിപ്പിക്കുന്നത്. ഷറഫൻ അലാമിൽ കാണാം, അബ്ദുക്കൽ മിസ്കീൻ യർജു ഫളലകൽ ജമൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബഷീർ യാ നദീർ ഫഅഗ്സിനി വഅജ്ർനി യാ മുജീറ മിനസ് സഈർ യാ ഗിയാസ് യാ മലാദി ഫീ മുഹിമ്മാത്തിൽ ഉമർ. റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയും മൺമറഞ്ഞു പോയ ആളുകളെയൊക്കെ വിളിച്ച് തേടുന്ന ഒരു സമ്പ്രദായം മനുഷ്യർക്കുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ടെല്ലാം ഇസ്ലാമിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം, ഇബാദത്ത്, അതിലെ പ്രാർത്ഥന എന്നുള്ളത് ഏറ്റവും വലിയൊരു ആരാധനയാണ്. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. രണ്ടാമത്തത്, നമ്മുടെ നാവ് കൊണ്ട് വരുന്ന ആരാധനയാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ച അള്ളാഹുവിനോട് മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രമേ ഒരു കാര്യം നേർച്ചയാക്കാൻ പാടുകയുള്ളൂ. നേർച്ച എന്ന് നമുക്കറിയാം എന്താണ്. പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ, സുന്നത്തായ ഒരു കാര്യത്തെ നിർബന്ധമായും ഞാൻ ചെയ്യും എന്ന് അള്ളാഹുവിനോട് ശപഥം ചെയ്യുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. വ്യാഴാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്, തിങ്കളാഴ്ച നോമ്പെടുക്കൽ സുന്നത്താണ്, അയ്യാമുൽ ബീദിലെ നോമ്പൊക്കെ സുന്നത്താണ്. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യും എന്ന് നിർബന്ധമായും ഞാൻ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കും എന്നൊരുത്തൻ നേർച്ചയാക്കിയാൽ അത് നേർച്ചയായി. ഇങ്ങനെ ചെയ്യുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. അതല്ലാതെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ജാറത്തിലേക്ക് നേർച്ചയാക്കുക, പടക്കുല ജാറത്തിലേക്ക് നേർച്ചയാക്കുക, ആടിനെ നേർച്ചയാക്കുക, നാക്കാലികളെ നേർച്ചയാക്കുക, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ട അവരിലേക്ക് ശുഹദാക്കളുടെ പേരിൽ നേർച്ച നടത്തുക, ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. നേർച്ച എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ ഇസ്തിആനയും ഒക്കെ ഇസ്തിഗാസയും ഒക്കെ അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആദ ചെയ്താൽ, സഹായതേട്ടം നടത്തിയ കാവലിനെ തേടിയാൽ അത് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ, മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾക്ക് സഹായം തേടിയാൽ അതൊക്കെ ഷിർക്കിൻ്റെ കാര്യത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മുടെ നാവിലൂടെ വരുന്ന ആരാധനകളാണ്. അതുപോലെ നമ്മുടെ ശരീരം കൊണ്ട് എടുക്കുന്ന ആരാധനയാണ് നോമ്പ്, നിസ്കാരം, ജിഹാദ്. ഇതൊക്കെ നമ്മുടെ ശരീരം കൊണ്ടെടുക്കുന്ന ആരാധനയാണ്. നോമ്പ്, നിസ്കാരം, ജിഹാദ് നമ്മൾ തടി കൊണ്ട് എടുക്കുന്ന ആരാധനകളാണ്. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് വരുന്ന ആരാധനയാണ് സക്കാത്ത്, ഫറലായ സക്കാത്ത്, ദാനധർമ്മങ്ങൾ ചെയ്യൽ, അറവ് നടത്തുക എന്നുള്ളത്. അറവ് നടത്തൽ ഇബാദത്താണ്, സാമ്പത്തികമായ ആരാധനയാണ്. ഫറലായ സക്കാത്ത് സാമ്പത്തികമായ ആരാധനയാണ്. സുന്നത്ത്, സദക്ക, ദാനധർമ്മങ്ങൾ സാമ്പത്തികമായ ആരാധനയാണ്. അറവും അതുപോലെ തന്നെ ആരാധനയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിൻ്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, അവന് വേണ്ടി മാത്രം നീ അറവ് നടത്തുക. സൂറത്തുൽ കൗസറിൽ അല്ലാഹു പറഞ്ഞു. അതുപോലെ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ എല്ലാ ആരാധനകളും എൻ്റെ ജീവനും എൻ്റെ മരണവും റബ്ബിന് വേണ്ടി മാത്രമാണ്.
അപ്പം ഇതെല്ലാ ആരാധനയും എല്ലാ അറവും എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് മാത്രമേ ആവാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയാൽ അത് തെറ്റാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് ബദർ ദിനത്തിൻ്റെ അന്ന് 313 ബദരീങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ആടുകളെ അറുത്തുകൊണ്ട് അവിടെ നേർച്ച നടത്തുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന് നേർച്ചയാക്കുന്നത് റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മദത് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിലേക്ക് അറവ് നടത്തുന്നതും അവരുടെ മദത് കിട്ടാൻ വേണ്ടിയാണ്. ഷേഖ് ജീലാനിയുടെ സഹായം കിട്ടണം, ശുഹദാക്കളുടെ സഹായം ലഭിക്കണം, അതുപോലെ തന്നെ മടവൂരിൻ്റെ സഹായം ലഭിക്കണം. ഇങ്ങനെ അവരിൽ നിന്ന് സഹായം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് അവർക്കെല്ലാം അറവ് നടത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറവ് നടത്തുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തിയാൽ അത് വലിയ തെറ്റാണ്, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദബഹു ലിഗൈരില്ലാഹി ശിർക്കുൻ, അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുന്നത് ശിർക്കാണ്. വഹുക്കുമുൽ ദബീഹത്തു ഹുക്കുമുൽ മൈത, അതിൻ്റെ അറക്കപ്പെട്ട വസ്തുവിനെ തിന്നുന്നത് ശവം തിന്നുന്നത് പോലെയാണ്. വലാ യജൂസു അക്ലുഹ, തിന്നാൻ പാടുള്ളതല്ല. വലൗ ദുക്കിറ അലൈഹ ഇസ്മുല്ലാ, അള്ളാന്റെ പേരിനെ പറഞ്ഞ അർത്ഥം. ഞങ്ങൾ ബദ്രീങ്ങളുടെ ആടിന് അറക്കുന്ന പോത്തിനൊക്കെ ഞങ്ങൾ ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കുക എന്ന് പറയാം. ആ ബിസ്മി ചൊല്ലി അറുത്താലും അള്ളാഹു അല്ലാത്തവരുടെ സഹായം ലഭിക്കാൻ വേണ്ടിയാണ് അറവ് നടത്തുന്നത്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സുഹദാക്കളിൽ നിന്നുള്ള മദത് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള അറവ് അത് ശിർക്കാണ്. അതിൽ ബിസ്മി ചൊല്ലി അറുത്താലും ശിർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങനെ അറുത്ത ഭക്ഷണം തിന്നൽ, ഇറച്ചി തിന്നൽ ഹറാമാണ്. കാരണം അല്ലാത്തവർക്ക് വേണ്ടി അറുത്തതാണ്. അങ്ങനെ അറക്കപ്പെട്ടതെല്ലാം നിഷിദ്ധമാണ് എന്ന് പണ്ഡിതന്മാരുടെ ഫത്വ കാണാൻ സാധിക്കും. ഇമാം നവവി തന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം. അമ്മദ്ദബഹു ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്കുള്ള പേരിൽ അറവ് എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഫൽ മുറാദ് ബിഹി അൻ യദ്ബഹ ബിഇസ്മി ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തലാണ്. ഏതുപോലെ? വിഗ്രഹങ്ങൾക്ക് അറക്കുന്നത് പോലെ, അതല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അറവ് നടത്തുന്നത് പോലെ, ഔലി ഈസ സല്ലല്ലാഹു അലൈഹിമ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അറവ് നടത്തുന്നത് പോലെ, കഅബക്ക് വേണ്ടി അറവ് നടത്തുന്നത് പോലെ, ഇതെല്ലാം ഹറാമാണ്. ലവലാ തഹില്ലു ഹാദിഹി ദബീഹ, അറക്കപ്പെട്ടത് ഹലാലല്ല എന്ന് ഇമാം നവവി പറയുകയാണ്. സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ ഔ നസ്റാനിയൻ ഔ യഹൂദിയൻ, ആരറത്താലും തിന്നാൻ പാടുള്ളതല്ല. നസ്സ അലൈഹി ശാഫിഈ വത്തഫഖ അലൈഹി അസ്ഹാബുന, ഇമാം ഷാഫി വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫഇൻ ഖസദ മഅ ദാലിക തഅളീമൽ മദ്ബൂഹി ലഹു ഗൈറല്ലാഹി തആല വൽ ഇബാദത്തു ലഹു കാന ദാലിക കുഫ്റ, അല്ലാഹു അല്ലാത്തവരെ ബഹുമാനിച്ചുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടുമാണ് അവർക്ക് അറവ് നടത്തുന്നത് എങ്കിൽ അത് കുഫ്റിലേക്ക് പോകുന്നതാണ്. ഫഇൻ കാന ദാബിഹു മുസ്ലിമൻ, അറത്തവൻ മുസ്ലിമാണെങ്കിലും ശരി, അവൻ അതോടുകൂടെ മുർത്തദ്ദായി മാറുമെന്ന് ഇമാം നബി അദ്ദേഹത്തിൻ്റെ ശർഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മളുടെ ആരാധനകളാണ്. ഈ പറഞ്ഞ ആരാധനകൾ മുഴുവനും റബ്ബിലേക്ക് മാത്രമേ പാടുള്ളൂ. വലാ യജൂസു സർഫു നൗഇൻ മിൻ അൻവാഇൽ ഇബാദാതി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരു ആരാധനയും തിരിക്കാൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, നിങ്ങൾക്ക് വഹി നൽകിയിരിക്കുന്നു, കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. ആര് ശിർക്ക് ചെയ്താലും, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താൽ തങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഇബാദത്തിൻ്റെ ഏതൊരു കാര്യവും, അള്ളാഹുവിൻ്റെ ആരാധന അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് ഒരു നിലക്കും
അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ വളരെ ഗൗരവമാണ് ഇന്നത്തെ ആളുകൾ അവരുടെ ആരാധനകളിലെ പകുതി ഭാഗവും അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുകൊണ്ടാണ് ആരാധനകൾ നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടത് തൗഹീദ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ? ഒന്ന്, ഒരാൾ മുവഹിദായി ജീവിക്കുകയാണെങ്കിൽ അവന് അൽ അംനു വൽ അമാനു ഫിദ് ദുനിയ വൽ ആഖിറ, അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ ആഖിറത്തിലും ദുനിയാവിലും മുവഹിദായി ജീവിച്ചാൽ അവന് ദുനിയാവിലും ആഖിറത്തിലും പടച്ചവൻ്റെ സംരക്ഷണം ഉണ്ടാകും. മുവഹിദല്ലാതെ മുശ്രിക്കായി ജീവിച്ചാൽ റബ്ബിൻ്റെ സഹായം അവനുണ്ടാവില്ല. അവൻ്റെ കോലം കണ്ടാൽ മുവഹിദായിരിക്കും, അവൻ്റെ രീതി കണ്ടാൽ അവൻ മുവഹിദായിരിക്കും, മുസ്ലിമായിരിക്കും. പക്ഷേ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അവൻ്റെ വിശ്വാസം ഇതെല്ലാം അതിന് എതിരായിരിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ ളുൽമ കലർത്തിയിട്ടില്ല, ശിർക്ക് ചെയ്യാതെ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്കാണ് അമ്നുള്ളത്, വിശ്വസ്തതയുള്ളത്. ഈ ദുനിയാവിലും ആഖിറത്തിലും അമാനുള്ളത്, അത് അവർക്കുള്ളതാണ്. അതുപോലെ സുഹൃത്തുക്കളെ, തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ അമലുകളെ സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ്. തൗഹീദ് ഇല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ അമലുകളെ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, പ്രവാചകരോട് പറയാൻ വേണ്ടി പറയുക, ഞാൻ ഒരു പ്രവാചകനാണ്, ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. പക്ഷേ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സൽക്കർമ്മം ചെയ്യട്ടെ, അമലൻ സ്വാലിഹൻ, സൽക്കർമ്മം ചെയ്യട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. അപ്പൊ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അമല് സ്വാലിഹ് ചെയ്യണം, അഥവാ സുന്നത്തിനോട് യോജിച്ച അമലുകൾ ചെയ്യണം, ഷിർക്കിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. അപ്പോഴാണ് അല്ലാഹു തആല അവൻ്റെ അമലുകളെ സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, തൗഹീദ് ഉണ്ടെങ്കിലാണ് ഖബറിൽ അവന് സുബൂത്ത്, സാബിത്ത്, ഖബറിൽ ഒരു ഉറപ്പ് അവൻ ഉണ്ടാവുകയുള്ളൂ. ഉറച്ചു നിൽക്കാനുള്ള കഴിവ് അത് തൗഹീദിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. വിശ്വാസികളെ ഖൗലു സാബിത്ത് കൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന ആളുകളെ ആ കലിമത്തു തൗഹീദ് കൊണ്ട് അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തും. ഈ ദുനിയാവിലും അവൻ്റെ ആഖിറത്തിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, തൗഹീദ് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ തൗഹീദിൻ്റെ ആളായി മാറണം. തൗഹീദില്ലാത്ത ആളുകൾക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുകയില്ല. മഹാനായ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും വിജയിക്കുന്ന ആൾ ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയോട് പറയുന്നുണ്ട്, എന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അവസാന ഭാഗം പറയുന്നത്, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. ഹൃദയത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതനുസരിച്ച് വിശ്വസിക്കുന്ന ആരുണ്ടോ അവനാണ് എൻ്റെ ശഫാഅത്ത് ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ തൗഹീദിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെയാണ് ആഖിറത്തിൽ റബ്ബിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് ലഭിക്കണമെങ്കിൽ തൗഹീദിൻ്റെ ആളായി മാറണം എന്നുള്ളത്. അതുപോലെ തൗഹീദുള്ളവൻ്റെ പാപങ്ങളാണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുക, അവൻ്റെ തെറ്റുകളെയാണ് അല്ലാഹു തആല പുറത്തു കൊടുക്കുക. ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യബ്ന ആദമ ഇന്നക ലൗ അതൈതനി ബിഖിറാബിൽ അർളി ഖതായ ثم لقيتني لا تشرك بي شيئا
ലഅതൈതുക ബിഖുറാബിഹാ ഔ ബിഖിറാബിഹാ മഗ്ഫിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ മനുഷ്യ, നീ ഭൂമിയോളം തെറ്റ് ചെയ്തുകൊണ്ടാണ് നീ എൻ്റെ അരികിൽ വരുന്നത് എങ്കിൽ, അങ്ങനെ നീ ശിർക്ക് ചെയ്യാതെ നീ എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ അത്രത്തോളം തന്നെ പാപം പൊറുക്കലുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, തൗഹീദാണ് അള്ളാഹു പാപം പൊറുക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപാധി നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, തൗഹീദിൻ്റെ മറ്റൊരു പ്രത്യേകത, അള്ളാഹു തആല സ്വർഗത്തിൽ കടക്കണമെങ്കിൽ തൗഹീദ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ നിന്ന് ശാശ്വതമായ നരകത്തിൽ കടക്കാതിരിക്കാൻ തൗഹീദ് ഉണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും റബ്ബിൽ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വമഅവാഹുന്നാർ, അവൻ്റെ അഭയകേന്ദ്രം അത് നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അള്ളാഹുവിൻ്റെ സഹായം അക്രമികൾക്ക് ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കണം, നമ്മളുടെ തൗഹീദിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളത്. ആ തൗഹീദിനെ അതിൽ കോട്ടം പറ്റാതെ നമ്മുടെ മരണം വരെ നാം അതിനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിന് അടിമകൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്താണ് നിനക്കറിയാമോ? അപ്പോൾ മുആദ് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. അതുപോലെ തന്നെ അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അടിമകൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിന് ശിർക്ക് ചെയ്യാതിരിക്കലുമാണ് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹുവിനുള്ള ബാധ്യത എന്ന്. എന്നിട്ട് റസൂൽ ചോദിച്ചു, അതദ്രീ മാ ഹഖ്ഖുഹും അലൈ, അള്ളാഹുവിന് അവർക്കുള്ള ബാധ്യത ഏതാണെന്നറിയാമോ? അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അല്ലാ യുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് പടച്ചവൻ്റെയും ബാധ്യതയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മുവഹിദാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെയും ആഖിറത്തിൻ്റെയും വിജയത്തിന് കാരണം നാം മനസ്സിലാക്കണം. അതുപോലെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ വലിയ ഗൗരവമുള്ളതാണ്. ഷിർക്ക് എന്ന് പറയുന്നത് അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത പാവമാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ തൗബ ചെയ്യുന്നതിന് മുമ്പ് അവൻ മരിച്ചു പോയാൽ അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല ഷിർക്കിനെ പുറത്തു കൊടുക്കുന്നതല്ല, അതല്ലാത്തതെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഷിർക്ക് ചെയ്താൽ അല്ലാഹു തആല ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. മറ്റൊരുത്തിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖാലൽ മസീഹു യാ ബനി ഇസ്രായീല അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഈസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ആരെങ്കിലും അള്ളാഹ്ക്ക് ശിർക്ക് ചെയ്താൽ അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവൻ്റെ അഭയകേന്ദ്രം നരകമായിരിക്കും. അക്രമികൾക്ക് സഹായം നൽകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഷിർക്ക് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഒരാൾ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന് പിന്നീട് ഇവിടെ ഒരു അമ്നോ ഒരു അമാനോ ഉണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതമൊക്കെ പച്ച പിടിച്ചിട്ടുണ്ടാകും, സാമ്പത്തികമായി കുറെ ഉന്നതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിന് ഒരു സമാധാനമോ ഒരു സൗകര്യമോ ഒന്നും തന്നെ ഷിർക്ക് ചെയ്ത ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്കാണ് അഭയമുള്ളത്, അല്ലാത്തവർക്ക് യഥാർത്ഥത്തിൽ അഭയം ഉള്ളതല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മുഴുവൻ അമലുകളും ഷിർക്ക് ചെയ്യലോടുകൂടെ അതോടുകൂടെ അവൻ ചെയ്തു പോയ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഷിർക്ക് ചെയ്താൽ അവർ ചെയ്തിരിക്കുന്ന മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, ഷിർക്ക് എന്ന് പറയുന്നത്
ഏറ്റവും വലിയ പാപമാണ്, അക്ബറുൽ കബായിറാണ് ഷിർക്ക് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസിൽ കാണാൻ സാധിക്കും. അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിരി സലാസൻ, 3 തവണ റസൂൽ ഇത് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ വലിയ പാപം എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് ബലാ യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹ്ക്ക് ശിർക്ക് ചെയ്യൽ വലിയ പാപമാണ്. വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലും വലിയ പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുപോലെ സുഹൃത്തുക്കളെ, അതാണ് ഷിർക്കിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഷിർക്ക് എന്ന് പറയുന്ന മാരകമായ ആ പ്രയാസം, ആ അസുഖം ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത് നഷ്ടമാണ് എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരു കാര്യവും നേടാൻ അവനക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അതുപോലെ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് നമുക്കറിയാം. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം അത് എല്ലാവർക്കും, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ്. അതിൽ ഒരാളും തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് പല ആളുകളും റുബൂബിയത്തിൽ പോലും ശിർക്ക് ചെയ്യുകയാണ്. അള്ളാഹു അല്ലാത്ത ശൈഖന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് റുബൂബിയത്തിൽ വരുന്ന ഷിർക്കാണ്. ഇങ്ങനെ ഷിർക്കിയായ ഒരുപാട് ചിന്താഗതികൾ മനുഷ്യരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അതിലേക്കൊന്നും നമ്മളും നമ്മുടെ കുടുംബവും ഒരിക്കലും ഷിർക്കൻ വിശ്വാസത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവ്, അവനാണ് നാം ആരാധിക്കേണ്ടത്, അവനോടല്ലാതെ ആരെയും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മനുഷ്യർ എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാനുള്ളതല്ല, ഒരുപാട് കടമ്പകൾ കടന്നു പോവാനുള്ളതാണ്. മരണമെന്ന് പറയുന്ന ഏറ്റവും പ്രയാസമേറിയ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകണം. മരിക്കാത്തൊരു മനുഷ്യരില്ല, കുട്ടികളെന്നില്ല, വലിയവരെന്നില്ല, എല്ലാവരും അവധി എത്തിയാൽ നമുക്ക് നൽകിയ അവധി എപ്പോഴാണ് തീരുക എന്ന് ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. അത് റബ്ബിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണമെന്ന് പറയുന്ന ആ ഭാഗത്തിലൂടെ കടന്നു പോവേണ്ട മനുഷ്യർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും അവൻ്റെ തൗഹീദിൽ മായം ചേർക്കാതിരിക്കുകയും ആരാധനയിൽ വിള്ളലുണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യരുടെ മരണം തന്നെ 3 രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, മനുഷ്യൻ മരിക്കുന്നത് ഒരുപാട് വയസ്സൊക്കെ ആയി പ്രായക്കായതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ അവൻ പ്രായം ചെന്ന് അവൻ എന്താണ് തന്നെ പറയുന്നത് പോലും അറിയാത്ത അവസ്ഥയിലെത്തി ചില മനുഷ്യന്മാർ മരിക്കുന്നത് കാണാം. ചില ആളുകൾ പെട്ടെന്ന് മരിക്കുന്നത് കാണാം. അവൻ്റെ കടം വീട്ടാൻ അവനക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ അവൻ്റെ വസിയ്യത്തുകൾ പറഞ്ഞു തീർക്കാൻ അവനക്ക് സാധ്യമായിട്ടില്ല. പൊരുത്തപ്പെടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മരണം ഇത് ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും സമയം കിട്ടിയിട്ട് മരിക്കുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള 3 മരണത്തിൻ്റെ രീതികളിലൂടെ നാം ഒക്കെ കടന്നു പോവേണ്ടവരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ പറയുകയാണ്, ലൗ ഫാറക ദിക്റൽ മൗതി ഖുലൂബന സഅതൻ ലഫസദത് ഖുലൂബുന. കുറച്ച് സമയം നമ്മുടെ മനസ്സിൽ നിന്ന് മരണചിന്ത വിട്ടു നിന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ കേടായി പോകും. അപ്പോൾ ഈ സമയത്ത് റബ്ബിനെ കുറിച്ചുള്ള നല്ല ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഏത് സമയത്തും റബ്ബിലാണ് പ്രതീക്ഷ. റബ്ബല്ലാത്ത അവൻ്റെ സൃഷ്ടികളിൽ പ്രതീക്ഷ അർപ്പിക്കാനേ പാടുള്ളതല്ല. മരണസമയത്തിൽ പോലും റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരമാണ് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ മരണസമയത്ത്, മരിക്കാൻ പോകുന്ന രോഗത്തിൽ കിടക്കുന്ന സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, കൈഫ തജിദുക്, എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ, എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നി അഖാഫു ദുനൂബി, എനിക്ക് എൻ്റെ പാപങ്ങളിൽ പേടിയുണ്ട്. പക്ഷേ ഇന്നി അർജുല്ലാഹ വ അഖാഫു ദുനൂബി, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. കണ്ടോ, മരണസമയത്ത് പോലും അദ്ദേഹത്തിന് എനിക്കെൻ്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ എനിക്കെൻ്റെ പാപങ്ങളിൽ എനിക്ക് ഭയപ്പാടുമുണ്ട്, എൻ്റെ പാപത്തിൽ എനിക്ക് പേടിയുമുണ്ട് എന്ന് റസൂലിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരു മുസ്ലിം മരിക്കാൻ പോകുന്ന സമയത്ത് ഇതാണ് അവൻ്റെ മനസ്സിൽ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്തിനെക്കുറിച്ചാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അല്ലാഹു നൽകുകയും എന്തിനെക്കുറിച്ചാണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷിക്കും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ റബ്ബിലേക്ക് അടുക്കുക. എങ്ങനെയാണ് റബ്ബിലേക്ക് അടുക്കേണ്ടത്? അവൻ കൽപ്പിച്ചിരിക്കുന്ന, പ്രവാചകന്മാർ കൽപ്പിച്ചിരിക്കുന്ന, റസൂൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് മരണം വരെ ഉണ്ടാവുക എന്നുള്ളതാണ്. ജീവിതത്തിൽ മുറിഞ്ഞു പോവാത്ത അമലുകളായി മരണം വരെ ഉണ്ടാവുക. അങ്ങനെ ജീവിച്ച് മരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മോടൊപ്പം തന്നെ സൽപാതാവിലൂടെ അള്ളാഹു തആല നടത്തുമാറാവട്ടെ. അവരുടെ ഭാവി അള്ളാഹുവെ നീ ഭംഗിയാക്കണമേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളെയും അവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. രോഗികളായ കുറെ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ അള്ളാഹുവേ, റഹ്മാനായ അള്ളാഹുവേ, റഹ്മാനായ അള്ളാഹുവേ, നീ ശിഫ നൽകണമേ റഹ്മാനെ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഇല്ല റഹ്മാനെ. അതുകൊണ്ട് നീ ശിഫ നൽകണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ഹാദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.